ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല, പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്ത് ചെയ്യാന്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. ഓ, പറയാൻ പാടില്ലാത്ത കാര്യമാണീ പറയണ്ട. അയ്യോ അങ്ങനെയൊന്നുമില്ല. റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്ന തോന്നുന്നു. വളരെ കഷ്ടപ്പെട്ട് 6000 രൂപ ഉണ്ടാക്കിയത്. ബാക്കി 4000-ന് ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ ആര് തരാനാ? പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല തന്നെ. നാളെ ഒന്ന് വീട്ടിലേക്ക് വരാവോ? എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. ഇതാ ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത്. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നം മറക്കാൻ പറ്റില്ല. എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുന്നു. ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി. വേഗം ആവട്ടെ, 9:00 ട്രാവൽ ഏജൻസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നത്. ഭൂലോകത്തിലെ പല പല നാട്, അതിശയമായൊരു നസ്രത്ത് നാട്, പുണ്യമുള്ള. ആഹാ, നിങ്ങ പോവാൻ പോണേണാ? സമയമായി. ഒരു മിനിറ്റ് കേട്ടാ, എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ. ഒരു കാര്യം ചെയ്. ഇത് എന്താ ഇത്? ഒരു പാന്റും ഒരു ഷർട്ടുമാണ്. ഒരു വധൂരി തിരുമ്പാൻ തന്നാണ്. എന്നാ നീ വെച്ചോ. താങ്ക് യു. ആദ്യത്തെ ലീവിന് ഞാൻ വരുമ്പം ചാക്കുണ്ണിയേട്ടൻ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുതരും. ഒരു ഇലക്ട്രിക് കൂടി കൊണ്ടു കൊടുക്ക്. ഓക്കെ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം. ഒരു കാര്യം പറയാൻ കേട്ടാ, അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ. തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ചെല്ലു മോനെ, ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്. ഇപ്പോ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് അയ്യോ, എനിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ. എന്നെ തല്ലി ചച്ചോ, നിങ്ങളെ കാശിയിലേക്ക് കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം, ആൾക്കാരുടെ സിമ്പിൾ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയാനുള്ളോട് കേക്ക്. ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ്. സെക്യൂരിറ്റി മണി എന്നും പറഞ്ഞ് 10000 രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് കയറിയത്. ആരും സമാനം പറയും. നമുക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ? ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലയോ വരുന്നത്. സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലമാട മുങ്ങിയിരിക്കുക. എന്തോ പ്രശ്നമുണ്ടല്ലോ. പോയി നോക്കാം. ഞാൻ നിരപരാധിയാണ്. എന്റെ അടുത്ത് അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കി. പ്ലീസ് എന്നെ കൈ എന്നെ ജാമ്യത്തിൽ ഇറക്കി. എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു വെട്ടില നമ്മൾ വീണിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചാടി ചത്താലോന്ന് വരെയുണ്ട്. പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാതാ. എന്റെ തീരുമാനം ബോംബെക്ക് പോവാന്ന. അവിടെ എവിടെയെങ്കിലും ഇട്ട് അമരെ പിടിക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന. നമ്മൾ സത്യം പറഞ്ഞാലും ഒരു പക്ഷെ അവള് വിശ്വസിച്ചെന്ന് വരില്ല. എങ്ങനെയെങ്കിലും പണവും കൊണ്ട് തിരിച്ചു ചെല്ലാൻ പറ്റും. ഒരു വഴിയുണ്ട് രൂപ ഉണ്ടാക്കാൻ. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? വഴി എന്താന്ന് വെച്ചാ പറ. മോഷണം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാ അതും കൂടെ ആകാന്ന് വെച്ചത്. റോയി, പിന്നെയും കുഴപ്പങ്ങളിലേക്ക് പോകാനാ നിന്റെ ശ്രമം. അല്ലെങ്കിൽ വേറൊരു വഴി നീ പറ. കാശ് കൊടുക്കുകയും വേണം, അധ്വാനിക്കാനും പറ്റത്തില്ല. മോഷണം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്. ബെസ്റ്റ് വഴിയുണ്ട്, കള്ളവാറ്റ്. എന്നിട്ട് വേണം എക്സൈസുകാരെ ഇടികൊള്ളാൻ. എന്നാൽ അത് വേണ്ട. സ്മഗ്ലിംഗ്, നോട്ട് ഇരട്ടിപ്പ്, ഡോളർ കച്ചവടം, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ, കോക്കൈൻ. തീർത്ത് എടാ, നല്ല വഴിക്ക് ചിന്തിക്ക്. എടാ, നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്.
അതിന് വേറെ ആൾക്കാരുണ്ട്. നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ എന്റെ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട്. ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ട്. അവരെ വീട്ടിൽ കയറി മോട്ടിച്ച ദൈവം പോലും കോപിക്കില്ല. അവന്മാരിട്ട് പോലീസിനെ അറിയിക്കാൻ പോലും. ധൈര്യമായിട്ടിരിക്കടാ, നമ്മൾ നേടും. കുഴപ്പമില്ല, കേറാം. എടാ, അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കുക, ഇത് വേണോ? വേണം. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കൊടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ, നീ ഒന്നും അറിയണ്ട. കൂടെ നിന്നാ മതി. എല്ലാം ഞാൻ ഏറ്റ്. ഇങ്ങനെ കയറാം, ഇതുവഴി കയറാം. ഇതിലെ അയ്യോ, അയ്യോ എന്റെ കഴുത്ത്. അയ്യോ, കേറി വേണം. ഞാൻ എങ്ങനെ? പിടി. അയ്യോ, കൈ പിടിയാ. എത്തല്ല. അയ്യോ, പിടിപിടില്ലേ, പിടിപിടില്ലേ. പിടിക്ക്, പിടിക്ക്. അയ്യോ, വലിച്ചു കയറ്റ്. ഷർട്ടിൽ നിന്ന് വിടണേ. വലിക്ക്, വലിക്ക്. അയ്യോ, അയ്യോ. ഓടാ. റോയി, ഈ കേസിലെ പ്രതികളായ സേതുമാധവൻ, റോയ് എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം, മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ പ്രതികൾക്ക് 6 മാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു. ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ. പോയിച്ചു വരട്ടെ സാറേ. ഞാൻ വിചാരിച്ച 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. നിനക്കെന്താടാ ഒരു മൗനം? ജയിലിൽ വിട്ട് പോന്നതിന്റെ ദുഃഖം? എടാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? നീ എന്താണോ ഒന്നും മിണ്ടാത്തത്? ഇനി എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ വഴിക്കുവാ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഉദാഹരണത്തിന്, അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം, വീടിന്റെ ഗേറ്റിലെ നായ് ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഈ 6 മാസം നിന്നെ പോലെ താടി വളർത്തിയ സമയം കളയല്ലായിരുന്നു ഞാൻ. വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിയും. എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുവാസേട്ടന്റെ വീടാണ്. അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല. ഇന്ന് തന്നെ ആവാല്ലേ? ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാൻ ഈ 6 മാസത്തെ കണക്കായിക്കോളാം. ഇനിയെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ട്. അതെ, ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ, ഇനി സിംഗിൾസ് കളിക്കാം. ഇറങ്ങിയില്ല, അതിനു മുമ്പേ തമാശ തുടങ്ങി. ഉളുക്കുവേ. ഞാൻ സീരിയസാ. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ.
അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഉം. നിനക്ക് വിഷമമില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളൂ. നീ ഇവന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. ശരിയല്ലേ? ഗുഡ് ലക്ക്.